ഒന്നാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ജീവിതം നയിക്കുവാൻ ഉത്സാഹിക്കാം. ഇവിടെ ദൈവവചനം നമ്മോട് ആജ്ഞാപിക്കുന്നത് നീ എങ്ങനെ നടക്കണം എന്ന് നിന്റെ സൃഷ്ടാവിന് ഒരു പ്ലാൻ ഉണ്ട്. നീ എങ്ങനെ നടക്കരുത് എന്നും പ്ലാനുണ്ട്. നീ എവിടെ ഇരിക്കരുതെന്നും എവിടെ ഇരിക്കണമെന്നും പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്, നിർദ്ദേശമുണ്ട്. നിന്റെ നിൽപ്പ് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മതമോ ജാതിയോ സമുദായമോ അല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം. മനുഷ്യന് മാത്രം ദൈവം ഒരു പാത നിശ്ചയിച്ചിട്ടുണ്ട്. അത് എഴുതി തന്നിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് മാത്രമൊന്നുമല്ല. വനത്തിലെ കാര്യങ്ങൾ പഠിക്കുന്നവർ പറയുന്നത് കാട്ടുപോത്തുകളുടെ വിഹാര കേന്ദ്രങ്ങളിൽ മറ്റു പാർട്ടികൾ അടുക്കാറില്ല. അതൊരു ഏറിയയാണ്. വനത്തിലെ രാജാക്കന്മാരുടെ ഗണത്തിൽപ്പെട്ട സിംഹവും ആ ഇനത്തിൽപ്പെട്ടവരും അതൊരു ഏറിയയാണ്. മാൻ, മ്ലാവ്, മുയല് തുടങ്ങിയ പാവപ്പെട്ട പുള്ളികൾ അത് വേറൊരു ഏറിയയിലാണ്. റോഡ് മാർഗം മൈസൂറിലേക്കൊക്കെ പോകുന്നവർക്ക് കാണാം, വനമേഖലയിലൂടെ 1 മണിക്കൂർ യാത്രയുണ്ട്. അവിടെ നിശ്ചിത സമയത്തിനുള്ളിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അവിടെ റോഡ് സൈഡിലെല്ലാം മാൻകൂട്ടങ്ങളെ കാണും. എന്നാൽ ആ ഒരു ഏറിയ അങ്ങോട്ട് കഴിയുമ്പോൾ അറിയാവുന്നവർ പറയും, ഇവിടെ ആന കടന്നു പോകുന്ന സ്ഥലമാണ്. അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, ഇത് സിംഹങ്ങളുടെ ഏറിയയാണ്. അപ്പം അവിടെയും പ്രകൃതി ഒരു ലൈൻ വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക്, നമുക്ക് ഒരു സഞ്ചാരപഥം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചിരിക്കുന്ന മാർഗത്തിലൂടെ നാം സഞ്ചരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ചാൽ അതിൻ്റെ നന്മയും അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ വിജയവും നമുക്ക് കാണാൻ പറ്റും. നടപ്പ്, നിൽപ്പ്, ഇരിപ്പ്, ഇതിനെ ദൈവം ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുന്നു. ബൈബിളിൽ എഫേസ്യ ലേഖനം എന്നൊരു ലേഖനമുണ്ട്. അതിനകത്ത് എങ്ങനെ നടക്കണം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. വെളിച്ചത്തിൽ നടപ്പീ, സ്നേഹത്തിൽ നടപ്പീ, അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീ. അപ്പോൾ എങ്ങനെ നടക്കണം എന്നുണ്ട്. അത് എങ്ങനെ ജീവിക്കണമെന്ന അർത്ഥമാണ്. എങ്ങനെ ഇരിക്കണം, ഒരു നടപ്പിന് ശേഷമാണല്ലോ ഒരു ഇരിപ്പ്. ആ ഇരിപ്പിലാണല്ലോ അടുത്ത നടപ്പിനെ കുറിച്ചുള്ള പ്ലാനിങ്.
അതിനും ശേഷമാണല്ലോ കിടക്കുന്നത്. ഇപ്പം നടപ്പും നിൽപ്പും ഇരിപ്പും ഉണ്ട്, കിടപ്പുമുണ്ട്. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. കിടക്കുമ്പോഴാണ് അടുത്ത ദിവസങ്ങളിലേക്കുള്ള പദ്ധതികൾ മനസ്സിൽ വരുന്നത്. ഒരുവിധപ്പെട്ടവരെല്ലാം കിടപ്പറയിൽ ഈശ്വരനെ ധ്യാനിക്കും, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും. ഞാൻ ഇന്ന് വെളുപ്പിനെയും 4 മണിക്ക് ഉണർന്ന് കർത്താവിനെ അന്വേഷിച്ചു. 1-1.5 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഉറങ്ങിപ്പോയി. നമ്മുടെ രാത്രികൾ നമ്മുടെ പ്രഭാതത്തിന് വേണ്ടി നമ്മെ സജ്ജമാക്കുകയാണ്. ഞാനൊരു സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങളെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് പോകാൻ, ചലിക്കാൻ, ഉറങ്ങാൻ ദൈവത്തിൻ്റെ ഒരു പ്ലാനിൽ പെട്ട ഏരിയ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഈ വണ്ടി അതിന് കൃത്യമായി നിർദ്ദേശിച്ച റൂട്ടിലല്ലാതെ പോകാനേ പറ്റില്ല. എന്നാൽ എറണാകുളത്ത് നിന്ന് തിരുവല്ലയിലേക്ക് പോകുന്ന ഒരാൾക്ക് പല വഴികളെടുക്കാം, പല വഴികളുണ്ട്. ഒരു വഴിയല്ലേ വേറൊരു വഴി, മാറി മാറി എടുത്തു പോകാം. പക്ഷെ ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ വേണമെങ്കിലും ചലിക്കാം. നല്ലൊരു ദൈവ പൈതലിന് ഒരു പാതയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.